ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഏപ്രിൽ 10th ആണ്. ഏപ്രിൽ 10th ന്യൂസ് പേപ്പറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഏപ്രിൽ 10th ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു മാവോയിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചാണ്. മാവോയിസ്റ്റുകൾ ഇന്ത്യയുടെ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ്. ഇന്ത്യയുടെ സിറ്റിസൺസ് ആണെങ്കിൽ പോലും അവരൊരു സെക്യൂരിറ്റി ത്രെട്ട് ആണ്. അപ്പോൾ ഈ മാവോയിസ്റ്റുകൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ തന്നെ ദണ്ഡേവാഡ ഡിസ്ട്രിക്ട് ആണ് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകളുടെ പ്രോബ്ലം ഉള്ള ഏരിയ. അപ്പൊ ദണ്ഡേവാഡ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ DANTWADA ഇന്നലെ മാവോയിസ്റ്റ് അറ്റാക്കിൽ ഒരു BJP MLA 4 സെക്യൂരിറ്റി പേഴ്സണലും മരിച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. അത് എഴുതണ്ട. എന്തായാലും ദണ്ഡേവാഡ അറിഞ്ഞിരിക്കുക. ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ഭൂപേഷ് ബാഗൽ ആണ്. ഭൂപേഷ് ബാഗൽ. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഒരു ന്യൂ സ്റ്റേറ്റ് ആണ് ഇന്ത്യയില്. വാജ്പേയി ചീഫ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, റിലേറ്റീവ്ലി ന്യൂ സ്റ്റേറ്റ്. വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് 3 സ്റ്റേറ്റുകൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു: ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് ഉത്തരാഖണ്ഡ്. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയത്തില് ഏറ്റവും നിറഞ്ഞ നമ്മളൊക്കെ ജനിച്ച സമയം തൊട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് പാല എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തില് എന്നും 50ഓളം വർഷമായിട്ട് അദ്ദേഹം MLA ആണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ അതികായൻ എന്ന് തന്നെ പറയാവുന്ന KM മാണി ഇന്നലെ മരിച്ചുപോയി. അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു. കേരളത്തില് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടും പല മിനിസ്ട്രികളിൽ അദ്ദേഹം ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററായ ഉമ്മൻചാണ്ടി, AK ആന്റണി അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ അവരെയൊക്കെ പോലെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഏറ്റവും പിന്നെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ചെറിയ പാർട്ടിയുടെ ലീഡർ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരുപക്ഷെ ചീഫ് മിനിസ്റ്റർ ആവാതായി പോയത്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനോ മറ്റോ ആയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം കേരളത്തിലെ ചീഫ് മിനിസ്റ്ററായിട്ട് പലതവണ മാറേണ്ട കേരളം കണ്ട ഏറ്റവും കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെച്ചാൽ കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ രാഷ്ട്രീയ നേതാവായിരുന്നു KM മാണി. അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് നമ്മൾ ബാങ്കിലൊക്കെ ലോണൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചടക്കേണ്ട തിരിച്ചടവ് EMI അത് കുറയാൻ പോവുകയാണ്. എല്ലാ ബാങ്കുകളും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം കഴിഞ്ഞ RBIയുടെ മോണിറ്ററി പോളിസി റിവ്യൂവിൽ റിപ്പോ റേറ്റ് RBI വീണ്ടും കുറച്ചു. അതാണ് അതിന്റെ കാരണം. റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഷോർട്ട് ടൈം ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കുറയുന്നത്. സ്വാഭാവികമായിട്ട് ബാങ്കുകൾ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അപ്പൊ കുറയേണ്ടതാണ്. അത് സംഭവിക്കുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ സ്പോർട്സ് പേജില് നാഡയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി, അവര് ഇന്ത്യയുടെ ഒരു ഷോട്ട് പുട്ട് താരം ആയ മൻപ്രീത് സിംഗിന് മൻപ്രീത് കൗർ KAUR മൻപ്രീത് കൗറിന് ഷോട്ട് പുട്ട് ആയിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഇനം. ഏഷ്യൻ വുമൻ ചാമ്പ്യൻ ഒക്കെയാണ് അവരെ ഡ്രഗ്സ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഡോപ്പിംഗ് നടത്തി എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ 4 yearsലേക്ക് ബാൻ ചെയ്തു. അതുപോലെ ഇന്ത്യയുടെ PKL പ്രോ കബഡി ലീഗിലേക്ക് ക്യാഷ് ഒഴുകുകയാണെന്നൊരു ന്യൂസ് ഉണ്ട്. 170 കോടിയോളം രൂപയാണ് ഇന്ത്യയിലെ ഫ്രാഞ്ചൈസീസ് എല്ലാം കൂടെ ചേർന്ന് ഇപ്പൊ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് വളർന്നു. ആദ്യത്തെ വർഷമൊക്കെ അവര് 50 lakhs അങ്ങോട്ടാണ് അന്ന് സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഇപ്പൊ പ്ലേയേഴ്സിൽ തന്നെ ഒരുപാട് പേർക്ക് 1 കോടി രൂപയിൽ കൂടുതൽ പ്ലേയേഴ്സിന് കിട്ടിയാണ്. അപ്പൊ ലീഗ് വരുമ്പോൾ ഉള്ള മാറ്റമാണ് അതെന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. PKL പ്രോ കബഡി ലീഗ്. പിന്നീട് നമ്മള് അടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ പെലെയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പെലെ സോക്കറിന്റെ ഇതിഹാസമാണ്, അല്ലെ ഫുട്ബോളിൽ ഇതിഹാസം. പെലെ ബ്രസീലുകാരനാണ് പെലെ. അത്രയാണ് സ്പോർട്സ് പേജിൽ നമുക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ആഴ്സലോർ മിത്തൽ എന്ന് പറയുന്ന കമ്പനി 42,000 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം NCLAT-യുടെ മുന്നിൽ അല്ലെങ്കിൽ NCLT-യിൽ എന്നാണ് പുതിയ വിധി. NCLAT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആണ് SJ മുഖോപാധ്യായ. MUKHOPADHAYA. SJ മുഖോപാധ്യായ പറഞ്ഞിരിക്കുന്നു NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അതിന്റെ മുൻപാകെ 42,000 crores ആഴ്സലോർ മിത്തൽ, വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയാണ് ആഴ്സലോർ മിത്തൽ, അവര് സബ്മിറ്റ് ചെയ്യണം. വേറൊന്നിനുമല്ല, അത് ശിക്ഷയൊന്നുമല്ല.
അവര് SR സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി ബിഡ് ചെയ്തു. SR സ്റ്റീൽ കമ്പനി 42,000 കോടി രൂപയ്ക്കാണ് ഒരു ബൈ ചെയ്യാൻ തീരുമാനിച്ചത്. ആ എമൗണ്ട് കെട്ടിവെക്കണം എന്ന് പറഞ്ഞത്. അത് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കിട്ടാൻ പോണത്. SR സ്റ്റീൽ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവർ തിരിച്ചടയ്ക്കാഞ്ഞത് കൊണ്ടാണ് SR സ്റ്റീലിന് ഈ അവസ്ഥ ഉണ്ടായത്. അപ്പൊ SR സ്റ്റീലിന് ലക്ഷ്മി മിത്തലിന്റെ ഇന്ത്യക്കാരനാണ് ലക്ഷ്മി മിത്തൽ. വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് കമ്പനിയായ ആർസലർ മിത്തലിന്റെ ചെയർമാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആർസലർ മിത്തൽ ഈ SR സ്റ്റീലിനെ ബൈ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വേറൊരു സംഭവ വികാസം ഉണ്ടായി. ഉഷ മാർട്ടിൻ എന്ന് പറയുന്ന വേറൊരു സ്റ്റീൽ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ചെറിയ കമ്പനിയാണ് ഉഷ മാർട്ടിൻ എന്ന് പറയുന്ന സ്റ്റീൽ പ്രൊഡക്ഷൻ കമ്പനിയെ ടാറ്റ ബൈ ചെയ്തു. അപ്പൊ അതും ഒരു ന്യൂസ് ആയിട്ടുണ്ട്. ഇതും ഉഷ മാർട്ടിൻ കമ്പനി ഇതുപോലെ ബാങ്ക്രപ്റ്റ് ആയി, അവര് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതായി അവരെ ലെൻഡേഴ്സിന്. അപ്പോഴാണ് ഉഷ മാർട്ടിൻ കമ്പനി ടാറ്റയുടെ കയ്യിലേക്ക് പോയത്. അപ്പൊ ഇതെല്ലാം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC എന്ന് പറഞ്ഞ നിയമം ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഈ ബാങ്കുകൾക്ക് കിട്ടാക്കടം തിരിച്ചു കിട്ടാൻ തുടങ്ങിയത്. അപ്പം അതിന് 2 എക്സാമ്പിൾസ് ആണ് ഇത്. പിന്നെ NCDസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ പറയുന്നത് NCD നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. NCD എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അതുപോലെ ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ എല്ലാ ബാങ്കുകളും EMI അടവ് ഇനി മുതൽ കുറയാൻ പോവുകയാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പൊ കുറച്ചതുകൊണ്ട് ബാങ്കുകളെല്ലാം അവരുടെ ലെൻഡിങ് റേറ്റ് കുറയ്ക്കുകയാണ്. അവരുടെ മെയിൻ ആയിട്ട് അവരുടെ എല്ലാ ലോൺസും ലിങ്ക് ചെയ്തിരിക്കുന്ന MCLR എന്ന് പറഞ്ഞ റേറ്റുമായിട്ടാണ്. MCLR എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ലെൻഡിങ് റേറ്റ്. MCLR. ഈ MCLR മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്ന സംഭവം അവര് ഇപ്പം കുറയ്ക്കാൻ തീരുമാനിച്ചു. അത് കുറയുമ്പോഴാണ് EMI കുറയുന്നത്. ബാങ്കുകളുടെ ഒരു ബെഞ്ച് മാർക്ക് ലെൻഡിങ് റേറ്റ് ആണ് MCLR, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. ഈ MCLRമായിട്ടാണ് ബാങ്കുകളുടെ പിന്നീട് മിക്കവാറും എല്ലാ ലോൺസും ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ വോഡാഫോൺ ഐഡിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാല് അവകാശ ഇഷ്യൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഇഷ്യൂവിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്താൻ പോയാണ് 25,000 crores. അതുപോലെ WGC വേൾഡ് ഗോൾഡ് കൗൺസിൽ ആണ്. WGC വേൾഡ് ഗോൾഡ് കൗൺസിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡിന്റെ ശേഖരം സൂക്ഷിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് USA-ക്കാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് ജർമ്മനിക്കാണ്. ഇന്ത്യ 11ാമത്തെ പൊസിഷനിലാണ്. 10ാമത്തെ പൊസിഷനൊന്നും ചിലയിടത്തൊക്കെ ഉണ്ട്. 10ാമത്തെ പൊസിഷൻ എന്നാണ് ഇപ്പൊ വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞത്. WGC അല്ലെങ്കിൽ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യ ഗോൾഡ് റിസർവ് സൂക്ഷിക്കുന്ന സ്വർണ്ണ ശേഖരം സൂക്ഷിക്കുന്ന കാര്യത്തിൽ 10ാം സ്ഥാനത്താണ് ലോകത്ത് നിന്ന്. 1ാം സ്ഥാനത്ത് USA. പിന്നീട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പുതിയ CEO ആയിട്ട് കർണം ശേഖർ അപ്പോയിന്റഡ് ആയി. KRNAM കർണം ശേഖർ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പുതിയ CEO. അതുപോലെ കാനറ ബാങ്കിന്റെ പുതിയ CEO ആയിട്ട് ശങ്കരനാരായണൻ അപ്പോയിന്റഡ് ആയി. കാനറ ബാങ്കിന്റെ പുതിയ CEO ശങ്കരനാരായണൻ. അതുപോലെ ലക്ഷ്മി വിലാസ് ബാങ്ക് മെർജ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ബുൾസ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ 12th പേജിലേക്ക് പോകുമ്പോൾ അൾജീരിയയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അബ്ദൽ ഖാദർ ബെൻസലയെ സെലക്ട് ചെയ്തു. ABDEL അബ്ദൽ ഖാദർ KADER അബ്ദൽ ഖാദർ ബെൻസല BNSALAH അബ്ദൽ ഖാദർ ബെൻസലയാണ് അൾജീരിയയുടെ പുതിയ പ്രസിഡന്റ്. പിന്നീട് ഇസ്രായേലില് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു. ഇസ്രായേലിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ഉടനെ അറിയാം. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു റീഇലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ട്. പിന്നീട് ഏഞ്ചല മെർക്കൽ, അവരുടെ ഫോട്ടോ ഉണ്ട്. ഏഞ്ചല മെർക്കൽ ജർമ്മനിയുടെ ചാൻസലറാണ് ഏഞ്ചല മെർക്കൽ. പിന്നീട് ഗീതാ ഗോപിനാഥിന്റെ ഫോട്ടോ ഉണ്ട്. ഗീതാ ഗോപിനാഥ് IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ്. ഇന്ത്യക്കാരിയായ ഗീതാ ഗോപിനാഥ് IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ്. അത് കഴിഞ്ഞ അടുത്ത പേജിലേക്ക് ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിൽ ഒരു കാര്യം എഴുതിയെടുക്കാനുള്ളത്, ഇന്ത്യയിൽ റെയിൽവേ മിനിസ്റ്റർ ഇരിക്കുകയും അതുപോലെ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടൊക്കെ പലതവണ ഇരിക്കുകയൊക്കെ ചെയ്ത ലാലു പ്രസാദ് യാദവ് ഇപ്പൊ ജയിലിലാണ്. ഒരുപാട് കറപ്ഷൻ കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഈ ലാലു പ്രസാദ് യാദവിന്റെ ഓട്ടോബയോഗ്രഫി ഇറങ്ങാൻ പോയാണ്. ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ഗോപാൽഗഞ്ച് ടു റൈസിന. ഗോപാൽഗഞ്ച് എന്ന് പറയുന്നത് ഈ ലാലുവിന്റെ മണ്ഡലമായിരുന്നു, കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു.
ഗോപാൽഗഞ്ച് GANJ ഗോപാൽഗഞ്ച് ടു റൈസിന എന്ന് പറഞ്ഞാല് നമ്മളെ രാഷ്ട്രപതി ഭവനൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് റൈസിന ഹിൽസ്. ഗോപാൽഗഞ്ച് ടു റൈസിന മൈ പൊളിറ്റിക്കൽ ജേണി എന്നാണ് ബുക്കിന്റെ പേര്. ഗോപാൽഗഞ്ച് ടു റൈസിന മൈ പൊളിറ്റിക്കൽ ജേണി, ലാലു പ്രസാദ് യാദവിന്റെ ഓട്ടോബയോഗ്രഫി. നരേന്ദ്രമോദിയുടെ ലൈഫിനെ കുറിച്ചുള്ള സിനിമയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇത്രയാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജില് 2 എഡിറ്റോറിയലും അത്രത്തോളം. ഒന്നാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ BJPയുടെ മാനിഫെസ്റ്റോയെ കുറിച്ചാണ്. BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ. ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയെ കുറിച്ച് പറഞ്ഞ പോലെ ഇതൊക്കെ എന്ന് വെച്ചാൽ വോട്ട് ക്യാച്ചിങ്ങിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് പലപ്പോഴും പലതും നടക്കാറ് പോലും ഇല്ല ഈ മാനിഫെസ്റ്റോസിൽ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ എഡിറ്റോറിയലായിട്ട് മാനിഫെസ്റ്റോസ് ഒക്കെ വന്നാൽ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വായിച്ചു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പൊളിറ്റിക്സിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വായിക്കാം. അതുകൊണ്ട് ഫസ്റ്റ് എഡിറ്റോറിയലിന് ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ക്ലോഷർ ഓൺ സിനിസിസം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് VVPAT എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. പലതവണ പറഞ്ഞിട്ടുള്ളതാണ് VVPAT. നമ്മൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ മെഷീൻസ് നമ്മൾ കാണും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആണ് നമ്മൾ വോട്ട് ചെയ്യുന്ന മെഷീന്റെ പേര്. EVM എന്നാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് മെഷീന്റെ പേര്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അതുകൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അതിൽ നമ്മൾ വോട്ട് ചെയ്തതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ആ മെഷീൻ വഴി ജനറേറ്റ് ചെയ്യും. ആ പ്രിന്റ് ഔട്ട് ഇനി മുതൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ by ordering an increase of the existing voter verifiable paper audit verification rate from 1 to 5 random electronic voting machines as per assembly constitution. Okay, സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കൂടുതലായിട്ട് ഈ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽസ് എന്ന് വരുന്ന പ്രിന്റ് ഔട്ട്സ് എണ്ണി നമ്മളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നു എന്ന് എൻഷുർ ചെയ്യണമെന്ന് കുറെ പ്രതിപക്ഷ പൊളിറ്റിക്കൽ പാർട്ടീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ എഗ്രി ചെയ്തിരുന്നത് ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എടുത്താൽ അവിടെ നിന്ന് ഒരു VVPAT മെഷീനിൽ നിന്നുള്ള പിന്നീട് പ്രിന്റ് ഔട്ട്സ് മാത്രം എണ്ണാം, ഒരു റാൻഡം ആയിട്ട് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി വിധിച്ചു ഒന്ന് പോരാ, ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയില് 5 VVPAT മെഷീൻസിലെ പ്രിന്റ് ഔട്ട്സ് എണ്ണണമെന്നാണ്. അപ്പൊ അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ആശ്വസിക്കാവുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഈ ഡിസിഷൻ. അപ്പൊ VVPATs എന്ന് വരുന്ന പ്രിന്റ് ഔട്ട്സ് 5 മെഷീൻസിൽ നിന്നുള്ള പ്രിന്റ് ഔട്ട്സ് ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും. ഇപ്പൊ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇപ്പൊ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവ്, ട്രിവാൻഡ്രത്ത്. ഈ വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള ഒരുപാട് VVPAT മെഷീൻസ് ആണ്. പക്ഷെ അതിൽ 5 എണ്ണമെങ്കിലും എണ്ണി ക്രോസ് വെരിഫൈ ചെയ്യണമെന്നാണ് EVM ആയിട്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആയിട്ട്. അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലും ഇത് ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. അപ്പൊ അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത്. പക്ഷെ അതിനെക്കുറിച്ച് അവർ കുറെ കാര്യങ്ങൾ ഹിന്ദുവിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ. അതിനടുത്ത പേജ് നമ്മൾ നേഷൻ പേജ് 7 പേജിലേക്ക് പോകുമ്പോൾ SSC പേപ്പർ ലീക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പിന്നീട് വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2017 SSC CGL എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിന്റെ ബേസിൽ ഇപ്പോഴും അത് പ്രശ്നമാണ്. ഇതുവരെയ്ക്കും അതിന്റെ റിസൾട്ട് ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ അഷീം ഖുറാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ. SSCയുടെ എക്സാംസ് കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിട്ടും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ പവർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പിന്നീട് കമ്മിറ്റിയിലുള്ള ആൾക്കാരെ എല്ലാം വലിയ പ്രതീക്ഷ നമുക്ക് വയ്ക്കാം. അതുകൊണ്ട് SSC എക്സാംസ് ഒക്കെ വളരെ ഇംപ്രൂവ്ഡ് ആവും ഭാവിയിൽ എന്ന് യാതൊരു സംശയമില്ല. കാരണം ആ കമ്മിറ്റിയിലുള്ള ഒരാളുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നന്ദൻ നിലേക്കനിയാണ്. നന്ദൻ നിലേക്കനി ഇൻഫോസിസിന്റെ കോ ഫൗണ്ടറും ഇപ്പോഴത്തെ ചെയർമാനുമാണ് ഇൻഫോസിസിന്റെ. അപ്പൊ അത്രയും വലിയ ടെക്നോക്രാറ്റുകളൊക്കെ നല്ല സജഷൻസ് കൊടുക്കും. ഈ SSC എക്സാംസ് കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കാനെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും SSC എക്സാം ഭാവിയിൽ നന്നായിട്ട് നടത്തുന്നതിനുള്ള സജഷൻസ് കൊടുക്കാനുള്ള കമ്മിറ്റിയിൽ വേറെ ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് എല്ലാം പറയേണ്ട ഒരു നെയിം എന്ന് പറഞ്ഞാൽ നന്ദൻ നിലേക്കനിയാണ്, ഇൻഫോസിസിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, അതുപോലെ ഇൻഫോസിസിന്റെ കോ ഫൗണ്ടർ. പിന്നീട് അതിനടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഹോക്കി ടീമിന്റെ പുതിയ ചീഫ് കോച്ചായിട്ട് ഗ്രഹാം റൈഡ് സ്ഥാനമേറ്റു. ഗ്രഹാം റൈഡ് REID, അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ് ഗ്രഹാം റൈഡ്. അപ്പൊ ഇന്ത്യൻ ഹോക്കി ടീം വേൾഡിലെ 5th റാങ്ക്ഡ് ഹോക്കി ടീമാണ്. ഇന്ത്യയുടെ മെയിൽ ഹോക്കി ടീമാണ് ലോകത്തിലെ 5ാമത് ഹോക്കി ടീം. അപ്പോ ഈ ടീമിന് വളരെ ഉയർന്ന നിലയിലേക്കുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും ഇത് ഈ പുതിയ കോച്ചിന്റെ അണ്ടറിൽ എന്നാണ് ഇന്ത്യയുടെ ഹോക്കി ബോർഡ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് SIAM, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് പ്രസിഡന്റ്
രാജൻ വധേര, WADHERA, സിയാം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് പ്രസിഡന്റ് രാജൻ വധേര. EOI എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ഉണ്ട്. ബിസിനസ് വേൾഡിൽ ഉപയോഗിക്കുന്ന ഒരു അബ്രിവേഷൻ ആണ് EOI. അതിന്റെ എക്സ്പാൻഷൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ്, വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഇപ്പോഴത്തെ കറന്റ് ഫിനാൻഷ്യൽ ഇയർ 2019-20 7.5% ആയിരിക്കുന്നതാണ്. അത് എഴുതിയെടുത്തോളണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ് പെർ ദ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ഓഫ് വേൾഡ് ബാങ്ക്, India's GDP growth rate for the financial year 2019-20 will be 7.5% എന്നാണ്. അതേസമയത്ത് അത് നമ്മളുടെ IMF, വേൾഡ് ബാങ്കിന്റെ സിസ്റ്റർ ഓർഗനൈസേഷൻ IMF പറഞ്ഞിരിക്കുന്നത് 7.3% എന്നാണ്. അത് രണ്ടുകൂടെ തിരിഞ്ഞു വരുന്നത്. 7.3% എന്ന് പറഞ്ഞിരിക്കുന്ന IMF ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്ന IMFന്റെ പ്രൊഡിക്ഷൻ ആയിരിക്കും. IMFന്റെ പ്രൊഡിക്ഷൻ അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 19-20 ഫിനാൻഷ്യൽ ഇയറിൽ 7.3% ആയിരിക്കണം. പക്ഷെ അവരുടെ സിസ്റ്റർ ഓർഗനൈസേഷനായ വേൾഡ് ബാങ്ക് പറയുന്നത് 7.5% ആയിരിക്കണം. പാർത്ഥസാരഥി മുഖർജി, CEO ലക്ഷ്മി വിലാസ് ബാങ്ക്. ലക്ഷ്മി വിലാസ് ബാങ്കിന്റെ CEO ആണ് പാർത്ഥസാരഥി മുഖർജി. അതിപ്പോ ഞാൻ പറയാൻ കാരണം ലക്ഷ്മി വിലാസ് ബാങ്കിന്റെ കാര്യം അറിയാം. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആയിട്ട് മെർജ് ചെയ്യാൻ പോയാണ്. മെർജ് ചെയ്ത് കഴിയുമ്പോൾ എന്റിറ്റിയുടെ പേര് ഇങ്ങനെ ആയിരിക്കും, IBHF ലക്ഷ്മി വിലാസ് ബാങ്ക് എന്നായിരിക്കും. IBHF ലക്ഷ്മി വിലാസ് ബാങ്ക്, IBHF, അതായത് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ലക്ഷ്മി വിലാസ് ബാങ്ക് എന്നായിരിക്കും. സഞ്ജയ് മിത്ര, ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറിയാണ് സഞ്ജയ് മിത്ര. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്, US ഇറാന്റെ മിലിറ്ററി ഫോഴ്സ് ആയ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. ഒരു രാജ്യത്തിന്റെ മിലിറ്ററി ഫോഴ്സിന് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് പിന്നീട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തോ, എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതിന്റെ പേര് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അതിന് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് US ഡെസിഗ്നേറ്റ് ചെയ്തു. അതുപോലെ മാൽദീവ്സിൽ അവിടുത്തെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ പാർട്ടി ഇലക്ഷൻ വിൻ ചെയ്തു. അവിടുത്തെ പ്രസിഡന്റായ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ പാർട്ടി മാൽദീവ്സിൽ ഇലക്ഷൻ വിൻ ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ ഫിജിറ്റീവ് ബിസിനസ്മാനായ വിജയ് മല്യ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്യാൻ അവിടുത്തെ കോർട്ട് മുന്നേ തീരുമാനിച്ചിരുന്നു. പക്ഷെ അപ്പീൽ ചെയ്യാനുള്ള ഒരു അവസരം വിജയ് മല്യ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പീൽ കോടതി ഇപ്പൊ പറഞ്ഞേക്കുന്നത് വിജയ് മല്യ നോട്ട് അലൗഡ് ടു അപ്പീൽ എന്നാണ്. ഇനിയിപ്പം വിജയ് മല്യക്ക് ഇനി ഒരു അവസരം കൂടെ എന്തോ മറ്റോ ഉണ്ട്. അതിലൂടെ പരാജയപ്പെട്ടാൽ വിജയ് മല്യ അടുത്ത ഫ്ലൈറ്റ് കയറി ഇന്ത്യയിലേക്ക് വരേണ്ട അവസ്ഥയാണ്. ഇന്ത്യയിൽ ജയിലിലായിരിക്കും പിന്നെ സുഖവാസം. എന്താണ് കാര്യം എല്ലാവർക്കും അറിയാം. കിങ് ഫിഷർ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതെ മുങ്ങി നടക്കുന്നതിനാണ് ഈ ശിക്ഷ. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഗോലാൻ ഹൈറ്റ്സിനെ കുറിച്ചൊരു ഒരു ന്യൂസ് ഉണ്ട്. ഗോലാൻ ഹൈറ്റ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞാണ്. ഈ സിറിയയുടെ കയ്യിൽ നിന്ന് പണ്ട് ഇസ്രായേൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സ്ഥലമാണ് ഗോലാൻ ഹൈറ്റ്സ്. ഈ ഗോലാൻ ഹൈറ്റ്സിന് ഇസ്രായേലിന്റെ പ്രദേശമായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് USA ഇസ്രായേലിന്റെ പ്രദേശമായിട്ട് ഗോലാൻ ഹൈറ്റ്സിനെ അംഗീകരിച്ചു. അതാണ് ഒരു ന്യൂസ്. പിന്നെ എഡിറ്റോറിയൽ, അത് ഇന്നലത്തെ എഡിറ്റോറിയൽ, ഇനി അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഒന്നാമത്തെ എഡിറ്റോറിയൽ ഫൈറ്റിംഗ് ടുഗദർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതെന്താണെന്ന് വെച്ചാല് അവിടെ ഉത്തർപ്രദേശില് വലിയ എനിമിയായ BJP നേരിടാൻ വേണ്ടിയിട്ട് അവിടുന്ന് മറ്റു പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരു അലയൻസ് ഉണ്ടാക്കി. ആ അലയൻസിൽ കോൺഗ്രസ് മാത്രമില്ല, അവിടുത്തെ മേജർ പാർട്ടിയായ സമാജ്വാദി പാർട്ടി, BSP ബഹുജൻ സമാജ് പാർട്ടി, അവിടെ RLD എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്, രാഷ്ട്രീയ ലോക്ദൾ, ഇവരെല്ലാം കൂടെ ചേർന്ന് BJPക്കെതിരെ ഉണ്ടാക്കിയ അലയൻസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, അത് എത്രത്തോളം BJPയുടെ സീറ്റ് കുറച്ചുകൊണ്ടുവരും, അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ മാൽദീവിയൻ വേവ് എന്നാണ് അതിന്റെ പേര്. മാൽദീവിയൻ വേവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്, മാൽദീവ്സിന്റെ പ്രസിഡന്റിന്റെ പാർട്ടി മാൽദീവ്സിൽ ഇപ്പം നടന്ന ജനറൽ ഇലക്ഷൻ വിൻ ചെയ്തു. അത് ഒരു വേവ് പോലെ ആയിരുന്നു. അപ്പം അത്ര വലിയൊരു ഒരു സക്സസ് ആണ് അവരുടെ പാർട്ടി കിട്ടിയത്. അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, NIRFന്റെ റാങ്കിംഗ് പുറത്തു വന്നു. NIRF എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. ഇന്ത്യയുടെ HRD മിനിസ്ട്രി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണെന്ന്
ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് റാങ്കിങ് കൊടുക്കും. അപ്പൊ ആ റാങ്കിങ് ആണ് നമുക്ക് വിശ്വസിക്കാവുന്ന റാങ്കിങ് സ്റ്റുഡൻസിനൊക്കെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജ് ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഇതാണ്. അവർ പറയും ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റായ HRD മിനിസ്ട്രി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി, അപ്പൊ അവരുടെ റാങ്കിങ് ആണ് NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. അതനുസരിച്ച് ഇന്ത്യയിലെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മദ്രാസ് IIT ആണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മദ്രാസ് IIT, രണ്ടാം സ്ഥാനത്ത് IIT ബംഗളൂരു, സോറി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു, IISc ബംഗളൂരു. ഒന്നാം സ്ഥാനത്ത് IIT മദ്രാസ്, രണ്ടാം സ്ഥാനത്ത് IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു, മൂന്നാം സ്ഥാനത്ത് IIT ഡൽഹി, മൂന്നാം സ്ഥാനത്ത് IIT ഡൽഹി. അങ്ങനെയാണ് റാങ്കിങ്. അതുപോലെ മാനേജ്മെന്റ് റാങ്കിങ്, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് IIM ബാംഗ്ലൂർ ആണ്. IIM ബംഗളൂരു ആണ് ഒന്നാം സ്ഥാനത്ത്. അതെ, മാനേജ്മെന്റ് റാങ്കിങ് ആർ ടോപ്പ് ബൈ IIM ബാംഗ്ലൂരു. പിന്നെ കോളേജുകൾ നോക്കുമ്പോൾ ഡൽഹിയിലെ മിരാൻഡ ഹൗസ് കോളേജ് ആണ് ഒന്നാം സ്ഥാനത്ത്. അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് ഹിന്ദു കോളേജ്, ഇതെല്ലാം ഡൽഹിയിലാണ്. ഒന്നാം സ്ഥാനത്ത് മിരാൻഡ ഹൗസ് കോളേജ് ആണ് കോളേജുകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഇതൊക്കെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് NIRF പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ കയറി സെർച്ച് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇന്ത്യൻ ആർമിയിലേക്ക് ഇൻഡക്ട് ചെയ്ത ആർട്ടിലറി ഗൺസ് ആണ് ധനുഷ് എന്ന് പറഞ്ഞ ബോഫോഴ്സ് എന്ന് പറഞ്ഞ സ്വീഡന്റെ കയ്യിൽ നമ്മൾ വാങ്ങിയിരുന്ന ഗണ്ണുകളാണ് ഇന്ത്യക്ക് വേണ്ടി ഇൻഡിജിനസ്ലി കുറെ ഇൻഡിജനൈസേഷൻ നടത്തിയതാണ്. അല്ലെങ്കിൽ അത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അതിൽ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ പേര് ധനുഷ് എന്നാക്കിയതാണ്. ആക്ച്വലി ഇതിന്റെ പഴയ പേര് ബോഫോഴ്സ് എന്നാണ്. ബോഫോഴ്സ് സ്വീഡിഷ് ഗണ്ണുകളാണ്. സ്വീഡനിൽ നിന്നാണ് നമ്മുടെ ബോഫോഴ്സ് വാങ്ങിയത്, BOFORS. അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻഡിജനൈസേഷൻ നടത്തി അതിനെ ധനുഷ് എന്നാക്കി അതിന്റെ പേര്. അപ്പൊ ഇത്രയാണ് ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ എക്കണോമിക് ടൈംസ് 1-2 പെൻഡിംഗ് ഉണ്ട്, അതും കൂടെ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഇതില് ഈ ഒരു എക്കണോമിക് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് അറിയാവുന്ന പേരുകൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ അജയ് ഭൂഷൺ പാണ്ഡെ, റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ അജയ് ഭൂഷൺ പാണ്ഡെ. അതുപോലെ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാന്റെ പേരുണ്ട് PC മോഡിയാണ്. CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാൻ PC മോഡി. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനി, നമ്പർ 1 IT കമ്പനി ഇൻ ഇന്ത്യ, TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, നമ്പർ 1 IT കമ്പനി ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേരുകളിലേക്ക് പോകുമ്പോൾ ഡെക്കാത്തലോൺ, DECATHLON, ഡെക്കാത്തലോൺ ഇന്ത്യയിൽ വളരെ വേഗത്തിൽ പിന്നീട് വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോർട്സ് ഐറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് ഡെക്കാത്തലോൺ. ഡെക്കാത്തലോൺ ഏത് രാജ്യത്തെ കമ്പനിയാണ് നടക്കുന്നത്? ഫ്രഞ്ച് കമ്പനിയാണ്. ഫ്രഞ്ച് സ്പോർട്സ് വെയർ മാനുഫാക്ചർ ആണ് ഡെക്കാത്തലോൺ, DECATHLON, ഡെക്കാത്തലോൺ. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ LICയോട് ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. LIC ആണ് ഇപ്പം IDBI ബാങ്കിന്റെ ഓണേഴ്സ്. IDBI ബാങ്കിലെ 51% ഷെയർസ്, 51% ഷെയർസ് LICയുടെ കയ്യിലാണ്. അടുത്ത 12 വർഷം കൊണ്ട് LIC ആ 51% ഷെയർസ് എന്നുള്ളത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ LICയോട് ഡയറക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ 51% ഷെയർസ് IDBI ബാങ്കിലുള്ളത് റെഡ്യൂസ് ചെയ്യണം 12 ഇയേഴ്സ് ഉണ്ടെന്ന്. അതുപോലെ സമീർ ഗെലോട്ടുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. സമീർ ഗെലോട്ട്, GHLAUT, സമീർ ഗെലോട്ട് എന്നുള്ള പേര് ഞാൻ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന്റെ ചെയർമാൻ ആണ്. അവരാണ് ലക്ഷ്മി വിലാസ് ബാങ്കിനെ അക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് അതിന്റെ ഫൗണ്ടറും ചെയർമാനുമാണ് സമീർ ഗെലോട്ട്. അതുപോലെ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്, അതായത് 2018-19 ഫിനാൻഷ്യൽ ഇയർ, ഈ മാർച്ച് 31 അവസാനിച്ച 2018-19 ഫിനാൻഷ്യൽ ഇയറിലെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ FISCAL, ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് അത് 3.4% ആയിരുന്നു. അത് ഗവൺമെന്റ് മീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. 3.4% ഗവൺമെന്റ് മീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. 3.4%. പിന്നീട് നമുക്ക് അടുത്ത ഒരു എക്കണോമിക് ടൈംസ് ഉണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ IIT മദ്രാസ് ആണ് ഇന്ത്യയിലെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഏത് റാങ്കിങ്ങിലാണെന്ന് വെച്ചാൽ NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. പിന്നെ രോഹിംഗ്യ മുസ്ലിംസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. രോഹിംഗ്യ മുസ്ലിം ബർമയിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിംസ് ആണ് രോഹിംഗ്യ മുസ്ലിംസ്. അവർ ബംഗ്ലാദേശി ഒറിജിൻ മുസ്ലിംസ് ആണ്. യൂണിക്കോൺ,
യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് 1 ബില്യൺ വാല്യുവേഷൻ കിട്ടപ്പോഴാണ് ആ കമ്പനിയെ യൂണിക്കോൺ എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയാൽ ആ കമ്പനിയുടെ വാല്യൂ $1 ബില്യൺ ആയിട്ട് മാറുമ്പോൾ 1 ബില്യൺ ആണ്, BILLION ബില്യൺ ആകുമ്പോൾ അതിന് യൂണിക്കോൺ എന്ന് പറയും, UNICORN. ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്.